ന്യൂസ് 16 കേരള. സൗദി അറേബ്യയിലെ വിവിധ കൗണ്ടറേറ്റുകളിൽ കനത്ത പേമാരിയെ തുടർന്ന് 7 പേർ മരിക്കുകയും 3 പേരെ കാണാതാവുകയും ചെയ്തു. അൽഗുൻഫുദ കൗണ്ടറേറ്റിലാണ് മഴ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചത്. അക്സ്, യബ, ഗനൂന താഴ്വരകളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കനത്ത മഴയാണ് പെയ്തത്. ശക്തമായ മഴയെ തുടർന്ന് ത്വായിഫ്, ഗുൻഫുദ, യാംബു, ജീസാൻ, അസീർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. കനത്ത മഴയിൽ വാദികൾ നിറഞ്ഞൊഴുകിയതിനെ തുടർന്ന് പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. വാദി ഖനൂനയിലെ മലവെള്ളപ്പാച്ചിലിൽ ഒരു യമനി പൗരനടക്കം 2 പേർ മരിച്ചു. മക്കയിൽ നടത്തിയ സിവിൽ ഡിഫൻസും ഗുൻഫുദ കൗണ്ടറേറ്റിലെ സിവിൽ ഡിഫൻസ് ചേർന്ന് ഹെലികോപ്റ്ററുകൾ വഴി നിരവധി താമസക്കാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി ഗുൻഫുദ കൗണ്ടറേറ്റിലെ സിവിൽ ഡിഫൻസ് ഡയറക്ടർ മുസ്ലെ അൽ ഒലാനി പറഞ്ഞു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജിദ്ദയെ ജിസാണ് പ്രവിശ്യയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിൽ ഗതാഗതം 4 മണിക്കൂറിലധികം നിർത്തിവെച്ചു. മൊസായിൽ, അസീർ, റിജാൽ, ആൽമ കൗണ്ടറേറ്റുകളിലെ താഴ്വരകളിൽ മഴയിൽ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ട് 3 പേർ മരിച്ചതായി അസീർ മേഖലയിലെ സിവിൽ ഡിഫൻസ് ആക്ടിംഗ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. അൽഹമറിലെ തിഹാമയിലെ 2 പൗരന്മാർ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി. ഇവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ രാജ്യത്തെ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും സുരക്ഷിതരായിരിക്കാനും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.